ശബരിമലയിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് അവിടെ തൊഴാൻ വരുന്ന ഏറ്റവും പവർലെസ് ആയിട്ടുള്ള, സോഷ്യൽ ബന്ധങ്ങളില്ലാത്ത, സമ്പത്തില്ലാത്ത ഒരു നിസ്വനായിട്ടുള്ള ഒരു അയ്യപ്പനെ നമ്മൾ സങ്കല്പിക്കണം. ഗാന്ധിജി പറഞ്ഞ് അന്ത്യോദയയിൽ പറഞ്ഞതുപോലെയാണ്, നിങ്ങൾക്കൊരു വെൻ യു ആർ ഇൻ ഡൗട്ട് തിങ്ക് അബൌട്ട് ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ മാൻ. അയാൾക്ക് നിങ്ങളുടെ ഒരു തീരുമാനം പ്രയോജനപ്പെടുമെങ്കിൽ അത് ശരിയാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പോലെ ശബരിമലയിൽ വരുന്ന ഏറ്റവും സാധുവായിട്ടുള്ള, എന്നാൽ അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ട് മാത്രം അനാരോഗ്യം പോലും വകവെച്ച്, സാമ്പത്തികമായ പരാധീനതയും വകവയ്ക്കാതെ, അനാരോഗ്യവും വകവയ്ക്കാതെ ശബരിമലയിൽ വരുന്ന ഒരു ഭക്തൻ, അയാൾ എന്ത് പ്രതീക്ഷിക്കുന്നു അവിടെ നിന്ന്? അയാളെ നമ്മൾ നോക്കിയോ? നമ്മുടെ കണ്ണ് ഏറ്റവും പവർലെസ് ആയിട്ടുള്ള ആളിലെത്തിയോ? നമ്മളിതിൻ്റെ ഭരണത്തിലിരിക്കുകയാണ്, ഒരു സ്ഥാപനത്തിൻ്റെ അധിപനെ നമ്മളിരിക്കുകയാണ്, നമുക്ക് അധികാരമുണ്ടല്ലോ. അയാളെ നമ്മളെങ്ങനെ സഹായിക്കാം? അങ്ങനെ വിചാരിച്ചിട്ട് ഓരോ കരുക്കളും നീക്കിയാൽ എനിക്ക് തോന്നുന്നത് ശബരിമല ഭരണത്തിൽ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്.